പലർക്കും ഒരു അത്ഭുതമാണ് ഇത്. ഈ വയറൊക്കെ എന്താ കാട്ടുക, എന്താ ചെയ്യുക, കണക്ഷൻ കൊടുക്കണം. ഇത് കളർ കോഡിൽ ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. വയറ് കളർ കോഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ മാർക്കിംഗ് ഇട്ടാക്ക് മാത്രമേ ഇത് മനസ്സിലാവാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു DBയിൽ ഇൻവെർട്ടർ DB ആയിട്ടാണ് സെറ്റ് ചെയ്തത്, ഇന്ന് പവർ DB ആയിട്ടാണ് സെറ്റ് ചെയ്തത്. ഇത് 3 ഫേസ് DB ആണ്. അപ്പോൾ ഞാൻ പച്ച വയറെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ DBയിലെ എർത്ത് ഫുള്ള് എർത്ത് ബാറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ എർത്ത് ബാറിൽ ഫുള്ള് എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് വയർ ന്യൂട്രാണ്, റെഡ് വയർ സെക്ഷൻ പേജുകളാണ്. ഹീറ്റർ ഉണ്ടാവും, പിന്നെ AC ഉണ്ടാവും, മോട്ടർ ഉണ്ടാവും. അങ്ങനെ ഗേജ് കൂടിയത് ACക്കും 1.5 ഗേജ് വരുന്നതൊക്കെ സെക്ഷനിൽ ഇൻവെർട്ടർ പേജിലേക്കും പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടത്. അപ്പോൾ ഇതിൽ KCB സപ്ലൈ അവിടെ 3 ഫേസും ന്യൂട്രലും കിട്ടിയിട്ടുണ്ട്. ഈ 3 ഫേസും ന്യൂട്രലും ആദ്യം വരുന്നത് ഐസൊലേറ്ററിലോട്ടാണ്. ഐസൊലേറ്റർ ഓണാക്കി കഴിഞ്ഞാൽ ഐസൊലേറ്ററിന് ELCBയിലോട്ട് കണക്ഷൻ വരും. ELCBൻ്റെ ഔട്ട് ചേഞ്ച് ഓവറിൽ, ഇവിടെ ചേഞ്ച് ഓവർ വരാണ്ട് 3 റോട്ടറി വരാണ്ട് ചേഞ്ച് ഓവറിലോട്ട് പോകും. ചേഞ്ച് ഓവറിന് പാർട്ടീഷൻ ചെയ്താണ്ട് R ഫേസ് ഈ ബാറിലോട്ടും, Y ഫേസ് ഈ ബാറിലോട്ടും, RYB B ഫേസ് ഈ ബാറിലോട്ടും പോകും. അതുപോലെ ഈ ന്യൂട്രൽ പാനൽ RYB ഓർഡറിൽ R ഫേസിൻ്റെ എല്ലാ ന്യൂട്രൽ പാനലും ഇതിലോട്ട് കൊടുക്കും, Y ഫേസിൻ്റെ എല്ലാ ന്യൂട്രൽ പാനലും ഇതിലോട്ട് കൊടുക്കും, B ഫേസിൻ്റെ എല്ലാ ന്യൂട്രലും ഇതിലോട്ട് കൊടുക്കും. ഇതിൽ പിന്നെ സെക്ഷൻ ഫേസിൽ 1.5 ന്യൂട്രൽ മുകളിൽ ഇതിലോട്ടും കൊടുക്കും. അപ്പോൾ ഇത് ഫുള്ള് ഡ്രസ്സ് ചെയ്തുണ്ടാക്കുകയാണ് പണി. അതേശം ഒരു 2-3 ദിവസത്തെ പണി ഉണ്ടാവും. അപ്പം ഏകദേശം ഇത്ര ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൽ കാണുന്ന യെല്ലോ കളർ വയർ മൊത്തം ഇതിലുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് ഏതെങ്കിലും ഒരു DBയിൽ വെച്ച് ലാച്ചിങ് റീലിൽ കൊടുക്കും. അപ്പോൾ ലാച്ചിങ് റീൽ ഈ DBയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ യെല്ലോ വയർ ഇതിൻ്റെ അടിയിൽ കൂടെ വയർ ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ ഈ യെല്ലോ വയർ ഇതിൻ്റെ അടിയിൽ കൂടെ ഇവിടെ എത്തിക്കണം. ലാച്ചിങ് റീൽ ഇവിടെ സെറ്റ് ചെയ്തേക്കും. റൂമിൽ നിന്ന് വരുന്ന ലൈൻ മൊത്തം ലാച്ചിങ് റീലിൻ്റെ A1 കൊടുക്കും, A2 ന്യൂട്രൽ കൊടുക്കും, 1 ഒരു ഇൻവെർട്ടർ പേജ് കൊടുക്കും, 0 ഈ ലാച്ചിങ് റീൽ ഡൈനിങ് ഹാളിലേക്കോ കിച്ചണിലേക്കോ പോകുന്ന 2A ലൈനിലോട്ടും കൊടുക്കും. അപ്പം ലാച്ചിങ് റീൽ മാസ്റ്റർ കൺട്രോളിങ്ങിൻ്റെ വേറെ അങ്ങനെയാണ് കൊടുക്കൽ. പിന്നെ ഇതിൽ ഒരു LCB വരും, ഇതിലൊരു LCB വരും. ഈ ന്യൂട്രലുകളും തമ്മിൽ ലിങ്ക് ആകാൻ പാടില്ല. കാരണം ഇത് ലിങ്കായി കഴിഞ്ഞാൽ LCB ട്രിപ്പായി കളിക്കും. കാരണം അതുകൊണ്ട് നമ്മൾ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യുമ്പോഴും അവിടെ പവർ വയറിങ്ങിലെ ഈ ന്യൂട്രൽ ലിങ്ക് ആകാൻ പാടില്ല. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്.